എവരിവൺ, ഇൻഫോടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ BGC 101 ഇന്ത്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചറിന്റെ ക്ലാസ് ആണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ ബ്ലോക്ക് 4 എൻട്രി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ചിലപ്പതികാരത്തിന്റെ കഥ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ അതിന്റെ ആ ഒരു കണ്ടിന്യൂഷനിൽ പോവാണ്. അപ്പോൾ ആ ചിലപ്പതികാരത്തിന്റെ കണ്ടിന്യൂഷനിൽ സെക്കൻഡ് യൂണിറ്റ് എന്ന് പേര് മാത്രമേ ഉള്ളൂ, അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണ് കേട്ടോ. നമ്മൾ ചിലപ്പതികാരത്തിന്റെ കഥ പഠിച്ചതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണ് അത്. യൂണിറ്റ് 15 ആണ്. ഇപ്പോൾ യൂണിറ്റ് 14 നമ്മൾ ചിലപ്പതികാരത്തിന്റെ കഥ പഠിച്ചു. ഇനി യൂണിറ്റ് 15 നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ദ ഡിവൈൻ, ദ ഹ്യൂമൻ ആൻഡ് ദ ഇമ്മോർട്ടലൈസ്ഡ് ക്യാരക്ടേഴ്സ് ഇൻ ചിലപ്പതികാരൻ. ഇതാണ് യൂണിറ്റിന്റെ പേര് വരുന്നത്. അപ്പോൾ പേര് കേട്ടപ്പോൾ മനസ്സിലായി, ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമുക്കിതിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ആ ഒരു കഥ നമ്മൾ പഠിച്ചപ്പോൾ തന്നെ നമുക്ക് നോർമലി ആ ഒരു ക്യാരക്ടറൈസേഷനെ കുറിച്ച് എന്താണ് നമുക്ക് ആ ഒരു പ്രത്യേകിച്ച് എടുത്ത് പറയാതെ തന്നെ മനസ്സിലായി കാണും. എന്താണ് കണ്ണകി? ആരാണ് കണ്ണകി എന്ന് പറയുമ്പോൾ? ഒരു ഉത്തമയായിട്ടുള്ള ഭാര്യയാണ്. ഹസ്ബൻഡിനെ ആശ്രയിച്ച് ഹസ്ബൻഡാണ് കംപ്ലീറ്റ് എൻ്റയർ ലൈഫ്, എൻ്റയർ വേൾഡ് എന്ന് ചിന്തിച്ച് കരുതിയ ഒരു ലേഡിയാണ്. അതുപോലെ എന്താണ് കണ്ണകിയുടെ കാര്യം പറഞ്ഞു. കോവാലനാണെങ്കിലോ ഭാര്യ ഉണ്ടായിരുന്നപ്പോൾ തന്നെ ഒരു സെക്കൻഡ് ലേഡീനെ തേടിപ്പോയ ഒരാളാണ്. പക്ഷെ അദ്ദേഹം പിന്നെ വൈഫിനോട് തിരിച്ചു വന്നു, ഒരു നല്ല ജീവിതത്തിന് വേണ്ടി ആഗ്രഹിച്ചു. അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹം പാതി വഴിയിൽ മരണപ്പെട്ടു. പിന്നെ കിങ്ങിനെ കുറിച്ച് പറഞ്ഞു, അവരുടെ കൂടെയുള്ള ആളുകൾ, അങ്ങനെ കുറച്ച് പേരുടെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ കുറിച്ച് കുറച്ചുകൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്യാരക്ടറൈസേഷൻ ഇവിടെ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ടൈപ്സ് ഓഫ് ക്യാരക്ടേഴ്സ് ഇൻ ചിലപ്പതികാരം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2 ടൈപ്പ് ക്യാരക്ടേഴ്സ് ഉണ്ട്. 2 അല്ല 3 ടൈപ്പ് ക്യാരക്ടേഴ്സ് നമുക്കിതിൽ പഠിക്കാനുണ്ട്. ഇതിൽ 3 ടൈപ്പ് എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ ടൈപ്പ് വരുന്നത് ഡിവൈൻ ക്യാരക്ടേഴ്സ് ആണ്. ഡിവൈൻ ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ദൈവികമായിട്ടുള്ള ക്യാരക്ടേഴ്സ്. ദൈവികമായിട്ടുള്ള കുറച്ച് ക്യാരക്ടേഴ്സിന് നമുക്കിതിൽ പഠിക്കാൻ പറ്റുന്നുണ്ട്. ആരൊക്കെയാണത്? ലോർഡ് ഇന്ദ്ര, ലോർഡ് ശിവ, ലോർഡ് മുരുകൻ, ലോർഡ് ഓഫ് ഡെത്ത്. അതിൽ ലോർഡ് ഓഫ് ഡെത്തിനെ നമ്മൾ ഫസ്റ്റ് പറയുന്നുണ്ട്. എപ്പോഴാണ്? ഈ കോവാലൻ ഈ ഒരു മധുരയിൽ വന്നിട്ട് ഉറങ്ങുന്ന സമയത്ത് ഒരു സ്വപ്നം കാണുന്നുണ്ട് അല്ലേ, ഒരു യമദേവന്റെ വാഹനമായിട്ടുള്ള ബഫല്ലേനെ ഓടിച്ചുകൊണ്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ലോർഡ് ഓഫ് ഡെത്തിനെ അവിടെ കാണാൻ പറ്റുന്നുണ്ട്. ലാസ്റ്റ് ലോർഡ് ഇന്ദ്രനെ കാണാൻ പറ്റുന്നുണ്ട്. എപ്പോഴാണ്? കണ്ണകി മരണപ്പെട്ട് ഹെവനിലോട്ട് പോകാനുള്ള, മരണപ്പെട്ടില്ല ഹെവനിലോട്ട് പോകാനുള്ള ഒരു സമയത്ത് ലോർഡ് ഇന്ദ്രയുടെ വാഹനത്തിലാണ് പോകുന്നതെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ദൈവികമായിട്ടുള്ള കുറച്ച് ദേവന്മാരെ നമുക്ക് ഈ ഒരു ഇതില് ചിലപ്പതികാരത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഡിവൈൻ ക്യാരക്ടേഴ്സ് ഒരു സെക്ഷൻ ഉണ്ട്. ഇനി ഹ്യൂമൻ ക്യാരക്ടേഴ്സ് എടുത്താലോ? ഓർഡിനറി ഹ്യൂമൻ ക്യാരക്ടേഴ്സ് ഇൻ ദ എപ്പിക് ഇൻക്ലൂഡ് കോവാലൻ, കണ്ണകി, മസറ്റുവൻ, മാധവി, ചിത്രവതി, വസന്തവതി, കൊസികൻ, മദളൻ, പിന്നെ കവുന്തി, അടികൾ, നെറ്റുസെലിയൻ, ചെങ്കൂട്ടവൻ. ഇങ്ങനെ കുറച്ച് പേരുണ്ട്. ഇത് ഹ്യൂമൻ ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. പക്ഷെ നമുക്ക് ഇത്രയും പേരെ ക്യാരക്ടേഴ്സ് നമ്മൾ അതിൽ മെയിനായിട്ട് പഠിക്കുന്നില്ല. നമുക്ക് ആരൊക്കെയാണ് അതിലുള്ളത്? കണ്ണകി, കോവാലൻ, പിന്നെ മാധവി, ഇങ്ങനെ കുറച്ച് പേരേ ഉള്ളൂ. ഇതിൽ ഉള്ള കുറച്ച് പേരെ കിങ്ങിന്റെ പേരുകളെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് നോക്കാം ആരൊക്കെയാണ് അതിൽ. കോവാലൻ വരുന്നത് സൺ ഓഫ് എ വെൽത്തി മെർച്ചന്റ് ഇൻ പുഹർ. അപ്പൊ നമ്മൾ പറഞ്ഞു കണ്ണകിയും കോവാലനും പുഹറിലെ ഒരു റെപ്യൂട്ടഡ് ആയിട്ട് അത്യാവശ്യം സാമ്പത്തികമായിട്ട് മുന്നോട്ട് നിൽക്കുന്ന ഫാമിലിയിലുള്ള ആൾക്കാരാണെന്ന്. അപ്പോൾ അവിടുത്തെ പുഹറിലെ ഒരു വെൽത്തി മെർച്ചന്റിന്റെ മകനാണ് കോവാലൻ. അതുപോലെ തന്നെ കണ്ണകി ആരാണ്? കോവാലന്റെ വൈഫാണ്. ഓൾസോ കണ്ണകിക്ക് ഈ ഒരു ജെംസ് ഒക്കെ കൊണ്ടുള്ള ഇത് ആംഗ്ലറ്റ്സ് ഒക്കെ ഉണ്ട്, കൊലുസൊക്കെ ഉണ്ട്. അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ ജീവിച്ചു വന്ന ആൾക്കാർ തന്നെയാണ് കണ്ണകിയും കോവാലനും. പിന്നെ കിങ്, നമുക്ക് കുറച്ച് കിങ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ കിങ്സിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ആണ് ഒരു ടോപ്പിക്ക് നമ്മൾ പറയാനുണ്ട്. ഏതാന്ന് വെച്ചാൽ ഈ ഒരു ചിലപ്പതികാരൻ 3 ബുക്കിലായിട്ടാണ് എഴുതിയിട്ടുള്ളത്. മീൻസ് 3 സെക്ഷനായിട്ടാണ് എഴുതിയിട്ടുള്ളത്. അതിൽ ഒന്നാമത് വരുന്നത് ബുക്ക് ഓഫ് പുഗർ, ബുക്ക് ഓഫ് മധുര രണ്ടാമത്, തേർഡ് വൺ ബുക്ക് ഓഫ് വാഞ്ചി. അപ്പോൾ ഈ ബുക്ക് ഓഫ് പുഗർ എന്ന് പറയുമ്പോൾ അതിൽ ബുക്ക് ഓഫ് പുഗറിൽ കംപ്ലീറ്റ് ആയിട്ട് ഈ കണ്ണകിയും കോവാലനും പുഗറിൽ ജീവിച്ചിരുന്ന സമയത്തുള്ള അവരുടെ ലൈഫ്, അത് അത്രയാണ് ബുക്ക് ഓഫ് പുഗർ എന്നുള്ള ആ ഒരു ഫസ്റ്റ് എഡിഷൻ ബുക്കിൽ ഉള്ളത്. ഇനി ആ ബുക്ക് കഴിഞ്ഞ് ഈ ബുക്ക് ഓഫ് പുഗറിന് പറയുന്ന വേറൊരു പേര് പുകാര ഖണ്ഡമാണ്. അപ്പം ഖണ്ഡങ്ങളായിട്ടാണ് മഹാഭാരതങ്ങൾ എഴുതിയിട്ടുള്ളത് എന്നൊക്കെ നമ്മൾ പറയും. കാരണം ഓരോ ഖണ്ഡമാണ്, ഓരോ നമ്മൾ ഇന്നത്തെ കാലത്ത് ചാപ്റ്റേഴ്സ്, യൂണിറ്റ് ഇങ്ങനെയൊക്കെ പറയുന്നതിന് പകരം ഖണ്ഡങ്ങളാണെന്ന് പറയാറുണ്ട്. അപ്പോൾ ആദ്യത്തെ ബുക്ക് കഴിഞ്ഞ് രണ്ടാമത്തെ ബുക്ക് ഏതാണ്? ബുക്ക് ഓഫ് മധുരയിൽ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ഇത് കണ്ണകിയും കോവാലനും മധുര ടൗണിൽ ചെല്ലുന്നതും ഇവർ മരണപ്പെട്ട് തിരിച്ച് കണ്ണകി ചേര കിങ്ഡത്തിലോട്ട് പോകുന്ന
തൊട്ടു മുന്നേ വരെയുള്ള കഥ ബുക്ക് ഓഫ് മധുരയിലുണ്ട്. അപ്പോൾ ബുക്ക് ഓഫ് മധുര അല്ലെങ്കിൽ മധുരൈ കണ്ടം എന്നാണ് അതർവൈസ് പറയുന്നതിൻ്റെ പേര്. ലാസ്റ്റ് വൺ ഈസ് ബുക്ക് ഓഫ് വാഞ്ചി. വാഞ്ചിയിൽ പറയുന്നത് ചേര കിങ്ഡം ആണ്. മീൻസ് കണ്ണകി ചേര കിങ്ഡത്തിൽ വന്നിട്ട് അവിടെ നിന്നാണ് ഈ ഇന്ദ്രദേവന്റെ വണ്ടിയിൽ കയറി ഹെവനിലോട്ട് പോകുന്നത്. അപ്പോൾ അതാണ് ആ ഒരു കുറച്ച് ടോപ്പിക്കാണ് ഈ ഒരു ബുക്ക് ഓഫ് വാഞ്ചിയിൽ വരുന്നത്. വാഞ്ചിയിൽ അതർവൈസ് ഇസ് കാൾഡ് വാഞ്ചി കണ്ടം. അപ്പോൾ 3 പേര് ഏതൊക്കെയാണ്? ബുക്ക് ഓഫ് പുകർ, ബുക്ക് ഓഫ് മധുരൈ, ബുക്ക് ഓഫ് വാഞ്ചി. അല്ലെങ്കിൽ പുകാര കണ്ടം, മധുരൈ കണ്ടം, വാഞ്ചി ഖണ്ഡം. ഇങ്ങനെ 3 ടൈപ്പ് ഖണ്ഡങ്ങളാണ് ഇതിലുള്ളത്. അപ്പൊ ഖണ്ഡങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇതിൽ എല്ലാത്തിലും ഓരോ രാജാക്കന്മാരുണ്ട് അല്ലേ. അപ്പൊ ഒരു രാജാവ് ഏതാണ്? നമുക്ക് ഫസ്റ്റ് നോക്കിയാല് പാണ്ഡ്യ കിങ് ഉണ്ട്. The king of Madurai has an important role in the epic. He wields in Dharma as a king. His character is just opposite against Chera king Chekuttuvan. The Chera king has described as the upholder of justice. Pandya king orders execution of Kovalan without probing accusation made by the goldsmith. When Kannagi proves the innocence of her husband, the king dies of guilt. After that, Kannagi destroys the city of Madurai. അപ്പോൾ പാണ്ഡ്യ കിങ്ങിനെ കുറിച്ച് പറഞ്ഞു. പാണ്ഡ്യ കിങ് ആരാണ്? ഈ ഒരു കണ്ണകിയുടെ ഹസ്ബൻഡായിട്ടുള്ള കോവാലനെ വധിക്കാനായിട്ട് ഉത്തരവിട്ട ഒരു കിങ് ആണ് പാണ്ഡ്യ കിങ്. മീൻസ് ആ ഒരു മധുരയിലെ പാണ്ഡ്യ ആ ഒരു കിങ്ഡത്തില് ആ ഒരു രാജഭരണത്തിൽ വരുന്ന കിങ് ആണ് പാണ്ഡ്യ കിങ്. അപ്പോൾ ഒരു കിങ് എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി കറക്റ്റായിട്ട് ചെയ്യണമായിരുന്നു. ഒരു ഗോൾഡ് സ്മിത്ത് വന്ന് ഇവനാണ് കള്ളൻ എന്ന് പറഞ്ഞപ്പോൾ ഉടനെ ചാടിക്കേറി വധശിക്ഷ കൊടുക്കാതെ അതിനെക്കുറിച്ച് അത് സത്യമാണോ എന്ന് അന്വേഷിച്ചിട്ട് ബാക്കി പ്രൊസീജിയേഴ്സ് ചെയ്തിരുന്നെങ്കിൽ മേ ബി നമ്മുടെ കണ്ണകിക്ക് അത് അവളുടെ സ്നേഹസമ്പന്നനായിട്ടുള്ള ആ ഒരു ഭർത്താവിനെ നഷ്ടപ്പെടില്ലായിരുന്നു. നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് കിങ് ഓഫ് ചെങ്കുട്ടവനാണ്. ചെങ്കുട്ടവൻ കിങ്ങിന് ചേര കിങ് ആണ്. ചേര കിങ് മീൻസ് ലാസ്റ്റ് ചേര കിങ്ഡത്തിലോട്ടാണ് പോകുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ആര്? കണ്ണകി ചേര കിങ്ഡത്തിലോട്ടാണ് എത്തിയിട്ട് അവിടെ നിന്നാണ് ലോർഡ് ഇന്ദ്രയുടെ വണ്ടിയിൽ കയറിയിട്ട് പോകുന്നത്. അപ്പോൾ ലാസ്റ്റ് വരുന്ന ആ സമയത്ത് ചേര കിങ് ആണ് ഈ കണ്ണകീനെ കുറിച്ചുള്ള സ്റ്റോറിയും അവരുടെ ആ ഒരു ധീര വനിതയാവുന്ന കാര്യവും എല്ലാം അറിയുന്നത്. ആ സമയം ചേര കിങ് ആണ് ഈ കണ്ണകീനെ പ്രശംസിച്ചുകൊണ്ട് ഒരു ആദരവായിട്ട് അമ്പലം പണിത് അവിടെ ദേവിയായിട്ട് പ്രതിഷ്ഠിപ്പിക്കുന്നതൊക്കെ. അപ്പോൾ ചേര കിങ്ങിന്റെ ജസ്റ്റിസിന്റെ കൂടെ എപ്പോഴും നിൽക്കത്തുള്ളൂ. ഓക്കെ. അപ്പോൾ അദ്ദേഹം പെട്ടെന്നൊരു ആരെങ്കിലും വന്ന് എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞാൽ ഉടനെ ഒരിക്കലും അയാളെ കൊല്ലാനായിട്ട് ഉത്തരവിടില്ല. അദ്ദേഹം എപ്പോഴും അന്വേഷിച്ചിട്ട് മാത്രമേ ഒരു ഉത്തരവിടത്തുള്ളൂ. അപ്പോൾ ഒരു കറക്റ്റ് ഒരു ജസ്റ്റിസിന്റെ പ്രതീകമായിട്ടുള്ള ഒരു കിങ്ങിനെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതാണ് കിങ്ഡം. ഏതാണ്? കിങ് ചെങ്കുട്ടുവൻ എന്നാണ് പറയുന്നത്. ചേര കിങ് എന്ന് നമുക്ക് ഷോർട്ടായിട്ട് പറയാം. ഇനി കോവാലനെ കുറിച്ച് പറഞ്ഞാൽ കോവാലൻ ഒരു മെയിൻ ക്യാരക്ടറാണ്. ആഫ്റ്റർ ഹിസ് എക്സിക്യൂഷൻ കോവാലൻ ഈസ് ട്രാൻസ്ഫോംഡ് ഇൻ ടു എ ഇമ്മോർട്ടൽ ബീങ്. ആഫ്റ്റർ Kannagi burns down the city of Madurai and Kannagi is promised a reunion with her husband in the Chera kingdom. Kovalan appears in the red mountains of the Chera kingdom. He and Kannagi are taken to heaven. However, Kovalan is not deified. The goddess of Madurai reveals that Kovalan's execution is due to his karma in his previous birth. Kovalan had beheaded an innocent merchant ശങ്കമാൻ ഇൻ ഹിസ് ഏർലിയർ ബർത്ത്. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോവാലൻ കഴിഞ്ഞ ജന്മത്തിൽ ശങ്കമാൻ എന്നുള്ള ഒരാളെ ഒന്നും ചെയ്യാത്ത ഒരാളെ വധിച്ചിട്ടുണ്ടായിരുന്നു. കിങ് ആയിട്ടായിരുന്നു കഴിഞ്ഞ ജന്മത്തിൽ കോവാലൻ ജീവിച്ചിരുന്നത്. ആ സമയത്ത് അദ്ദേഹം ഒന്നും ചെയ്യാത്ത ഒരാളെ വധിച്ചിരുന്നു. അപ്പോൾ ആ മരണപ്പെട്ട ആളുടെ ഭാര്യ ഒരു ശാപം കൊടുത്തിട്ടുണ്ടായിരുന്നു. അടുത്ത ജന്മത്തിൽ നീ എൻ്റെ ഭർത്താവ് മരിച്ച പോലെ ചെയ്യാത്ത തെറ്റിന് മരണപ്പെടുമെന്ന്. അതിനനുബന്ധിച്ചിട്ടാണ് ഈ കോവാലൻ ഈ കറണ്ട് ജന്മത്തിൽ ചെയ്യാത്ത കുറ്റത്തിന് മരണമടിഞ്ഞത്. അപ്പോൾ അതുപോലെ തന്നെ പിന്നെ പറഞ്ഞിട്ടുള്ളത് ഇത് ഒരു അവിടുത്തെ ഗോഡ്നെസ് ആണ് പറഞ്ഞിട്ടുള്ളതെന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഒരു സെയിന്റ് ആണ്. ഗോഡ്നെസ് എന്നും പറയുന്നുണ്ട്, മറ്റടുത്ത് സെയിന്റ് എന്നും പറയുന്നുണ്ട്. എന്തായാലും ഒരു ദൈവിക ശക്തിയാണ് കണ്ണകീനെ ഇത് ഇൻഫോം ചെയ്യുന്നത് കോവാലന്റെ മരണശേഷം. കഴിഞ്ഞ ജന്മത്തിന്റെ കാര്യമാണ് ഇപ്പം നടന്നതെന്ന്. അപ്പോൾ എന്താണ് അവരുടെ ഒരു റീയൂണിയൻ ഇനി സംഭവിക്കും എന്ന് പറയുന്നുണ്ട്. 45 days കഴിഞ്ഞിട്ട് കണ്ണകിയും കോവാലനും അടുത്ത ജന്മത്തിൽ എവിടെ റീയൂണിയൻ ആവുമെന്ന്, ഒരുമിച്ച് ജീവിക്കാനുള്ള ഭാഗ്യം കിട്ടുമെന്ന് പറയുന്നുണ്ട്. പിന്നെ കോവാലനുള്ള വേറൊരു ക്യാരക്ടർ എന്താണ്? അദ്ദേഹം
അദ്ദേഹത്തിന് ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിച്ചു. അത് ഒരു പോസിറ്റീവായിട്ട് അദ്ദേഹത്തിന്റെ ക്യാരക്ടറിൽ പറയാനുള്ളൂ. കാരണം ഭാര്യ ഉണ്ടായിരുന്നപ്പോൾ തന്നെ, അത്രയും സ്നേഹസമ്പന്നയായിട്ടുള്ള ഒരു ഭാര്യ ഉണ്ടായിരുന്നപ്പോൾ തന്നെ വേറൊരു സുന്ദരിയായിട്ടുള്ള ഒരു യുവതിനെ കണ്ടപ്പോൾ പൈസയും കണ്ട് സൗന്ദര്യവും കണ്ട് സ്വന്തം ഭാര്യനെ കളഞ്ഞ് വേറൊരു സ്ത്രീയുടെ പിറകെ പോയി അവക്കൊരു കുഞ്ഞിനെ സമ്മാനിച്ച ഒരാളാണ് കോവാലൻ. അപ്പൊ അദ്ദേഹത്തിന് ഒരിക്കലും നമുക്ക് എപ്പോഴും ഫേവർ ചെയ്യാൻ പറ്റില്ല. മേ ബി അദ്ദേഹം ചെയ്ത ആ ഒരു തെറ്റിന്റെ ബലവും കൂടിയായിരിക്കും ഈ ജന്മത്തിൽ അനുഭവിച്ചത്. കാരണം കണ്ണകി എത്രത്തോളം വിഷമിച്ചു ഭർത്താവ് ഉപേക്ഷിച്ചു പോയപ്പോൾ. അന്നത്തെ നാട്ടില് ഭർത്താവ് ഒരു സ്ത്രീയെ ഉപേക്ഷിച്ചു പോയാൽ ആ ഒരു സ്ത്രീക്ക് ആ ഒരു സൊസൈറ്റിയിൽ ജീവിക്കാനായിട്ട് ഒരുപാട് പാടുപെടേണ്ടി വരും. ഇന്നിപ്പോ ഒരു സ്ത്രീക്ക് ജോലി ഉണ്ടെങ്കിൽ പിന്നെയും ജീവിക്കാൻ പറ്റും. പക്ഷെ അന്ന് ജോലിയില്ല, കൂലിയില്ല, അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് കണ്ണകീനെ കോവാലൻ ഉപേക്ഷിച്ചിട്ട് പോയിട്ടുള്ളത്. അപ്പോൾ അപ്പോഴേ അദ്ദേഹം ഒരു ചീറ്റർ ആയിരിക്കുകയാണ്. പിന്നെ അദ്ദേഹം ഈ ഒരു രണ്ടാമത്തെ വൈഫായിട്ടുള്ള മാധവി ചതിച്ചു, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പൈസ എല്ലാം തട്ടിയെടുത്തപ്പോഴാണ് മാധവീനെ ഉപേക്ഷിച്ച് എഗെയിൻ കണ്ണകിയിലോട്ട് തിരിച്ചു വന്നത്, അല്ലേ? അപ്പോൾ മേ ബി അദ്ദേഹം ഇനിയും ജീവിച്ചിരുന്നെങ്കിൽ, കണ്ണകിയായിട്ട് ഇനിയും ജീവിച്ചിരുന്നെങ്കിൽ വേറെ ഏതെങ്കിലും സ്ത്രീകളെ കണ്ടപ്പോൾ മേ ബി ഇനിയും പോയേനെ. നമുക്കൊരു ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം ഒരു കഥ നമ്മൾ ഒരു തവണ വായിച്ചു കഴിഞ്ഞാൽ അതിലൊരു ക്ലൈമാക്സ് ഉണ്ട്. നമ്മളത് പിന്നെയും ആ കഥ വായിച്ചാൽ പിന്നെയും ഒരേ ക്ലൈമാക്സേ വരത്തുള്ളൂ. ഇപ്പോൾ പറയത്തില്ലേ, ഒരു കുപ്പി ഗ്ലാസ് താഴെ വീണ് ഉടഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ എത്ര റീജോയിൻ ചെയ്താലും എത്ര പശയിട്ട് ഒട്ടിച്ചാലും അതിൽ ആ ഒരു ബ്രോക്കണ്ട ഇതുണ്ടാവും. അതുപോലെ തന്നെ ആയിരിക്കും മേ ബി കോവാലന്റെ കേസും. കണ്ണകീരെ അടുത്ത് തിരിച്ചു വന്ന് ആ ഒരു ലൈഫ് സ്റ്റാർട്ട് ചെയ്തെങ്കിലും മേ ബി വേറൊരു സൗന്ദര്യമുള്ള യുവതിനെ കണ്ടപ്പോൾ മേ ബി ഇനിയും പോയേക്കാം, അതിനു മുൻപ് മരണപ്പെട്ടതാവാം. ഓക്കെ, അതാണ് കോവാലന്റെ കാര്യം. പിന്നെ കണ്ണകീനെ നമുക്കറിയാമല്ലോ, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമല്ലോ, പ്രൊട്ടഗോണിസ്റ്റ് ഓഫ് ദി സ്റ്റോറിയാണ്. നേരത്തെ നമ്മൾ പലതവണ പറഞ്ഞു കണ്ണകി ഒരു കറക്റ്റായിട്ട് അന്നത്തെ കാലത്ത് എങ്ങനെ ഒരു വൈഫ് ഉണ്ടായിരിക്കണം, അങ്ങനെയുള്ള ഒരു കണ്ണകി ഈസ് പോർട്രേഡ് ആസ് ആൻ ഐഡിയൽ വുമൺ വിത്ത് കോൺജുഗൽ ലവ്, ലോയൽറ്റി ആൻഡ് ചേസിറ്റി. ഷീ ഈസ് ഡിസർട്ടഡ് ബൈ ഹർ ഹസ്ബൻഡ് ബട്ട് ഷീ ടേക്സ് ഹിം ബാക്ക് വെൻ ഹി റിട്ടേൺസ് ആൻഡ് സപ്പോർട്ട്സ് ഹിം ബൈ ഗിവിങ് ഹർ ആംഗ്ലറ്റ്സ്. അപ്പോൾ കണ്ണകി ഒരു കറക്റ്റായിട്ടുള്ള ഒരു ഭാര്യയായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് കഥയിൽ. ഭർത്താവ് എന്ത് പറഞ്ഞാലും അനുസരിക്കുന്ന, ഭർത്താവ് എത്ര ചീത്ത പറഞ്ഞാലും കേൾക്കുന്ന ഒരു ഭാര്യ. അപ്പോൾ വേറൊരു പെണ്ണിന്റെ കൂടെ ജീവിച്ചിട്ട് വന്നിട്ട് പോലും സന്തോഷത്തോടു കൂടിയാണ് ആ ഭർത്താവിനെ കണ്ണകി സ്വീകരിക്കുന്നത്. അപ്പം അത്രത്തോളം കണ്ണകിക്ക് ഭർത്താവിൻ്റെ അടുത്ത് ഇഷ്ടമുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. പിന്നെ ഇതിലൂടെ കണ്ണകിയുടെ ക്യാരക്ടറിലൂടെ നമുക്ക് അന്നത്തെ കാലത്തുള്ള ആ ഒരു സ്ത്രീകളുടെ മെന്റാലിറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അല്ലേ? ഭർത്താവ് വേറെ സ്ത്രീകളുടെ കൂടെ പോയാലും ഭാര്യയ്ക്ക് അത് വലിയ ഇഷ്യൂ ഇല്ല, തിരിച്ച് തങ്ങളുടെ അടുത്ത് വന്നാൽ മതി എന്നുള്ള ആ ഒരു അന്നത്തെ ഇന്ത്യൻ വുമൻസിന്റെ ആ ഒരു മൈൻഡ് സെറ്റ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ കണ്ണകിയുടെ കാര്യത്തിൽ വേറൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, രണ്ട് ഫേസസ് നമുക്ക് കണ്ണകിയുടെ കാര്യത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. ഒന്ന്, ആദ്യം ഹസ്ബൻഡിന്റെ അടുത്ത് ലോയലായിട്ട് സ്നേഹിച്ച് നിൽക്കുന്ന ഒരു വൈഫിനെയും, അടുത്ത് ഹസ്ബൻഡിന്റെ മരണശേഷം വേറൊരു ഫേസ്, ഒരു ഭയങ്കര രീതിയിൽ ഒരു രക്ഷാകുലമാവുന്ന ഒരു ഭാര്യയെ നമുക്ക് ഈ ഒരു കഥയിലൂടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഒരു സ്ത്രീക്ക് അവളുടെ സിറ്റുവേഷൻസ് ആണ് ആ ഒരു സ്ത്രീയുടെ സ്വഭാവം മാറ്റുന്നത്. അത്രയും പാവം ഭൂമിയോളം താഴ്ന്നു ജീവിച്ച ഒരു ഭാര്യ ഭർത്താവിന്റെ മരണത്തോടു കൂടി അവള് രോക്ഷാകുലമാവുകയാണ്. അപ്പോൾ ഏതൊരു മനുഷ്യന്റെ ജീവിതത്തിലും അവരുടെ ലൈഫിൽ ഉണ്ടാകുന്ന സിറ്റുവേഷൻസ് അനുസരിച്ചാണ് അവർ പാവമാവണോ അതോ ആംഗ്രി ആവണോ എന്നുള്ള ആ ഒരു സ്റ്റൈല്, ആ ഒരു ലൈഫ് സ്റ്റൈലില് ചേഞ്ച് വരുന്നതെന്ന് നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു യൂണിറ്റ്. ചെറിയ യൂണിറ്റ് ആണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഗുഡ് ബൈ.